ഒറ്റ അപേക്ഷയാണ്, ദയവ് ചെയ്ത് സ്വത്ത് വിറ്റ് നശിപ്പിക്കരുതേ, ദയവ് ചെയ്തിട്ട്, ദയവ് ചെയ്ത്. എന്തിനങ്ങനെ പറയണത്? സന്യാസിക്ക് വേണ്ടിയിട്ടല്ല. സംശയമുള്ളവർ നിങ്ങൾക്ക് ഒരു 5 ദിവസത്തെ പണി തരാം. എത്ര പേര് തയ്യാറുണ്ട് വെച്ചാൽ ചെയ്തോളൂ. കൂലി ഇല്ലാട്ടുവാ. കൂലി കിട്ടിയാൽ വാങ്ങിക്കോളൂ, ഇല്ലെങ്കിൽ വേണ്ട. കിട്ടിയാൽ കിട്ടും, ഇല്ലെങ്കിൽ ഇല്ല. ജോലിയുണ്ട്, 5 ദിവസത്തെ ജോലി. എത്ര പേർക്ക് സാധിച്ചാൽ ഒന്ന് ചെയ്തോളൂ. ഇരിക്കണവരൊക്കെ എല്ലാവരും കൂടെ ഒന്നിച്ച് ചെയ്യരുതേ, ഓരോരുത്തരെയും ചെയ്യാൻ പാടുള്ളൂ. 5 ദിവസം മതി. എന്താ സ്വാമി ജോലി? ഇവിടെ അടുത്ത് നിങ്ങളുടെ രജിസ്റ്റർ ഓഫീസ് ഏതാണെന്ന് എനിക്കറിയില്ല. ചേവായൂരാണോ? അറിയില്ല. എവിടെയാണെന്ന് വെച്ചാൽ അവിടെ. അല്ല, എവിടെയാ ചേവായൂർ? എവിടെയാ ചേവായൂരാ? ശരി, ഏതോ ആട്ടെ. ഇവിടുത്തെ അടുത്തുള്ള രജിസ്റ്റർ ഓഫീസിൽ ഒന്ന് പോവുക. 5 ദിവസം പോയിട്ട് അവിടെ ഇരിക്കുക. അതാ പണി. എന്ത് സ്വാമി, എന്ത് പണിയാണ് പറയണത്? അവിടെ പോയിട്ട് വെറുതെ ഇരുന്നാൽ മതിയില്ലേ? അങ്ങനെ ഉറങ്ങരുത്. ഉറങ്ങണ പോലെ ഇരുന്നാൽ അങ്ങനെ ഉറക്കം തന്നെ ഇരിക്കുക. ശ്രദ്ധിക്കണം, ജാഗ്രതയോടുകൂടി ശ്രദ്ധിക്കണം ചുറ്റുപാട്. ഇതാ പണി. കൂലി കിട്ടിയാൽ വാങ്ങിക്കോളൂ, ഇല്ലെങ്കിൽ വാങ്ങണ്ട. 5 ദിവസം ചെയ്യണം. മനസ്സിലായില്ലല്ലോ. ഈ സ്വാമിക്ക് എന്ത് പറ്റി? വെയിലിന് ചൂട് കൂടിയപ്പോൾ വല്ല കുഴപ്പവും വന്നോ? ഈ പുരിയുടെ പിരിയൊക്കെ ഇളകിയോ? എന്താ പറ്റി? ഒന്നുമല്ല. 3 സെൻറ്റ്, 4 സെൻറ്റ്, മാക്സിമം 5 സെൻറ്റ് വരെ മേടിക്കണവർ ഹിന്ദുക്കളുണ്ടാവും, സംശയമൊന്നുമില്ല. എന്നാൽ വലിയ സ്ഥലങ്ങൾ 1 ഏക്കർ 2 ഏക്കറൊക്കെ മേടിക്കണ ഒരൊറ്റ ഹിന്ദു ഉണ്ടോയെന്ന് നോക്കുക. ഇനി വലിയ സ്ഥലങ്ങൾ വിൽക്കുന്നത് ഒക്കെ ഹിന്ദു ആയിരിക്കും. വാങ്ങണതിൽ എത്ര ഹിന്ദു ഉണ്ടെന്ന് നോക്കുക. ഇതാണ് പണി, വേറൊരു പണിയില്ല. 5 ദിവസം കൊണ്ട് റിപ്പോർട്ട് എടുത്തോളൂ. അതുകൊണ്ട് ദയവ് ചെയ്ത് സ്വത്ത് വിറ്റ് നശിപ്പിക്കരുതേ. ഒന്നോടി രക്ഷപ്പെടാൻ വഴിയുണ്ടാവില്ല. ഇത് പറയുമ്പോൾ മഹാഭീകരവാദിയാണ്, വർഗീയവാദിയാണ് ചിദാനന്ദപുരി സ്വാമി എന്നൊക്കെ നിങ്ങൾ പറയും. പറഞ്ഞാൽ ഒരു വിരോധവും ഇല്ല. ഒന്ന് ഓടി രക്ഷപ്പെട്ട റോഡിലെത്താനുള്ള വഴി വേണം, ഓടണ്ടേ? അതിന് പോലും സ്ഥലം ഉണ്ടാവില്ല. ദയവ് ചെയ്ത് സ്വത്ത് വിൽക്കരുത്. ധൂർത്തുകൾ ഒഴിവാക്കുക. ധൂർത്തുകൾ. ഇന്ന് നമ്മുടെ നാട്ടിലൊരു സാമാന്യ ഹിന്ദുവിന് ഒരു വീട്ടിലൊരു കല്യാണം കഴിയുമ്പോഴത്തേക്ക് ഈ സ്വത്തൊന്ന് വിൽക്കും. കടക്കണി പൊടി ലോൺ എടുത്ത് തിരിച്ചടയ്ക്കാൻ പറ്റാതെ. ആർഭാടാക്കേണ്ടതാണോ നമ്മുടെ കല്യാണങ്ങൾ? ചക്രവർത്തി സാർവഭൗമനായിരുന്നു ദശരഥൻ. ദശരഥനെ പോലെ ഐശ്വര്യം ആർക്കാളെ? ജനകനെ പോലെ ഐശ്വര്യം ആർക്കാളെ? കുശധ്വജനെ പോലെ ഐശ്വര്യം ആർക്കാളെ? ഈ 3 പേരും ചേർന്ന 8 പേരുടെ വിവാഹം നടന്നു. ശ്രീരാമൻ്റെയും സീതാദേവിയുടെയും ഭരതൻ്റെയും ലക്ഷ്മണൻ്റെയും ശത്രുഘ്നൻ്റെയും. എത്ര പേരാ പങ്കെടുത്തേ? അടുത്ത ബന്ധുക്കൾ ഒരു രഥത്ത് കൊള്ളാനുള്ള ആൾക്കാർ. അത്രയേ ഉള്ളൂ. ഒരു രഥത്ത് കൊള്ളാനുള്ള ആൾക്കാരേ ഉള്ളൂ. ഒരാർഭാടവും ഇല്ല. ലളിതമായ ചടങ്ങ്. അവർക്കൊക്കെ പൊടി പൊടിച്ചൂടെ ഇരുന്നോ? ഇന്ന് നമ്മൾ ഓരോ കല്യാണം എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാ ഭഗവാനെ നടക്കുന്നത്? ചിന്തിക്കുക. ആശ്രമത്തിലൊരു മോളെ കൊണ്ട് വന്നിരുന്നു. അവളെ കല്യാണത്തിന് നിശ്ചയിച്ചു. കല്യാണ ദിവസം കല്യാണം നടക്കാൻ പോകുന്ന ക്ഷേത്രത്തിൽ എത്തുമ്പോഴത്തേക്ക് അവളുടെ അംഗപ്രത്യംഗങ്ങളെ വർണ്ണിച്ചുകൊണ്ടുള്ള നോട്ടീസ് ആദ്യം പ്രചരിപ്പിച്ചിട്ടുണ്ട് ചെക്കൻ്റെ കൂട്ടുകാർ. ഓരോന്നിൻ്റെ അളവും തൂക്കമൊക്കെ, തല കാല് വരെ എല്ലാ അംഗങ്ങളും. അത് കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞ് വരിക. അപ്പോൾ അവിടെ ഒരു അലങ്കരിച്ച് മാലയൊക്കെ ഇട്ടിട്ട് ഒരു ബെൻസ് കാറ് നിർത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വിചാരിച്ചു ഇതിലേക്കായിരിക്കുന്നു. നോക്കുമ്പോൾ അപ്പുറത്തൊരു എർത്ത് മൂവർ നിർത്തിയിട്ടുണ്ട്, JCBയുടെ. അതിൻ്റെ കയ്യിലേക്കാണ് കൊണ്ടുപോയത്. നോക്കണേ. എന്നിട്ട് പടക്കം പൊട്ടിച്ചും പാട്ടുപാടിയും എന്നിട്ട് ഇതങ്ങോട്ട് പൊങ്ങുക. ഇതിൻ്റെ കയ്യെ പൊങ്ങിയിട്ട് ഒറ്റ വിടല അത് താഴത്തേക്ക്. എന്നിട്ട് നടുകുത്തി വീഴുക. ചെക്കൻ്റെ വീട്ടിലെത്തുമ്പോഴത്തേക്ക് ഒരു വഴിക്കായി. ഒരൊറ്റ ഒന്നിന് തലയില്ല. തല ഉണ്ടെങ്കിലല്ലേ പ്രശ്നമുള്ളൂ. തെറിപ്പാട്ടുകൾ. ഒന്നിലൊരു നാട്ടുകാർ കാണില്ല ഇതൊക്കെ. ഒരു ലജ്ജ വേണ്ടേ നമുക്ക്? ലജ്ജാദേവിയുടെ അനുഗ്രഹം വേണ്ടേ? യാ ദേവി സർവഭൂതേഷു ലജ്ജാരൂപേണ സംസ്ഥിത നമസ്തസ്യൈ നമസ്തസ്യൈ
നമസ്തസ്യൈ നമോ നമഃ. ആ ദേവിയുടെ അനുഗ്രഹം നമുക്ക് വേണ്ടേ? ഇങ്ങനെ ലജ്ജയില്ലാത്തവരായി പോയാൽ പറ്റുമോ നമ്മൾ? അത് കഴിഞ്ഞു ഒരുവിധം സമാധാനമായത് ആ കുട്ടിക്ക്. എല്ലാവരും പോയി രാത്രി ഒരു കിടപ്പുമുറിയിലേക്ക് പോയപ്പോഴാണ്. അപ്പോൾ അങ്ങനെ ഉണ്ടാവുമല്ലോ സ്വാഭാവികമായിട്ട്. ഇപ്പോൾ സന്യാസമാർഗമൊന്നും അല്ലല്ലോ അപ്പോൾ അത്. ഇപ്പോൾ സുന്ദരമോഹന സ്വപ്നങ്ങളൊക്കെ കണ്ട് അങ്ങനെ എന്താ പറയുക, മണിയറയിലേക്ക് പോയിരിക്കുകയാണ്. കുറച്ചു നേരം വർത്താനം പറഞ്ഞപ്പോഴാണ് കട്ടിലിൻ്റെ അടിയിൽ നിന്ന് ടപ്പോ എന്ന് പറഞ്ഞ് പൊട്ടലും കൂട്ടുകാരെണീക്കലും. അപ്പം പിരി ഇളകി. കോഴിക്കോട് പ്രഗത്ഭനായ ഒരു മനഃശാസ്ത്രജ്ഞൻ്റെ അടുത്തേക്ക് ആ കുട്ടിയെ കൊണ്ടുപോയി. അദ്ദേഹം പറഞ്ഞയച്ചിട്ടാണ് ആശ്രമത്തിൽ വന്നത്. ഇത് കഥ പറയാമെന്ന് വിചാരിക്കല്ലോ. എന്ത് പറ്റി നമുക്ക്? എന്താ പറ്റിയത്? അതുകൊണ്ട് നമ്മുടെ കുടുംബ ഭദ്രത, സാമ്പത്തിക ഭദ്രത, നിത്യ ഉപാസനാ പദ്ധതി, ശാസ്ത്രബോധം, അത് അടുത്ത തലമുറയിലേക്ക് പകർന്നു നൽകാനുള്ള ത്വര, ഇതെല്ലാം നിലനിർത്തിക്കൊണ്ട് നമുക്ക് മുന്നോട്ട് ജീവിക്കാമോ? എങ്കിൽ നിശ്ചയമായും പരസ്പര പൂരകമായ നവീകരണം ക്ഷേത്രത്തിനും സമാജത്തിനും കുടുംബത്തിനും ഒക്കെ ഉണ്ടാവും. ഇല്ലേ? ബാക്കി പറയില്ല. ദുഷിച്ച വാക്കുകൾ പറഞ്ഞിട്ട് നിർത്തരുതല്ലോ. അതുകൊണ്ട് ഇല്ലേ എന്നുള്ള ചോദ്യത്തിൽ അവിടെ നിർത്തുകയാണ്. ആ ചോദ്യത്തിന് ഓരോരുത്തരും ഉത്തരം കണ്ടെത്തണം. അങ്ങനെ സംഭവിക്കരുത്. അതുകൊണ്ട് ഐശ്വര്യമുള്ള കുടുംബമായി, ആചാരയുക്തമായ കുടുംബമായി നമ്മുടെയൊക്കെ കുടുംബങ്ങൾ തീരുകയും ഈ ക്ഷേത്രത്തിലെ ഉപാസനയും നമ്മുടെ ഐശ്വര്യവും പരസ്പര പൂരകമാക്കി നിലനിർത്തുകയും ചെയ്തുകൊണ്ട് ഈ നവീകരണത്തെ സാർത്ഥകമാക്കുക എന്ന് മാത്രമേ ഈ സന്ദർഭത്തിൽ പറയുന്നുള്ളൂ.